നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കണ്ണൂരിൽ നിപ്പ സംശയിക്കുന്ന 2 പേർ ചികിത്സയിൽ. വിദേശ വിദ്യാർത്ഥികൾ പഠനത്തിനായി കേരളത്തിലേക്ക് വരുന്നു. പുറത്തേക്ക് പോകുന്നത് 4% മാത്രം. മുഖ്യമന്ത്രി. പാചകവാതക ലോറി സമരം ഒത്തുതീർപ്പായി. റെഡ് റിബൺ IEC വാൻ ക്യാമ്പയിൻ. ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുന്നതിന് ബഹുമുഖ ഇടപെടൽ അനിവാര്യം. മുഖ്യമന്ത്രി. നാഷണൽ സർവീസ് സ്കീമിന്റെ 10 സ്നേഹഭവനങ്ങളുടെ താക്കോൽ സമർപ്പണം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ഭിന്നശേഷിക്കാർക്ക് എല്ലാ പിന്തുണയും സംവിധാനവും ഒരുക്കുക നമ്മുടെ കടമ. ആർ ബിന്ദു. മുഴപ്പിലങ്ങാട് ബീച്ച് നവീകരിച്ച് പുതുവത്സര സമ്മാനമായി സമർപ്പിക്കും മന്ത്രി മുഹമ്മദ് റിയാസ്. കേരള ആംഡ് പോലീസ് 4 ബറ്റാലിയൻ 314 പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡ്. ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്ന 7 വയസ്സുകാരിക്ക് ഹൃദയ പദ്ധതിയിലൂടെ അടിയന്തര ശസ്ത്രക്രിയ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുന്നതിന് ബഹുമുഖ ഇടപെടൽ അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂരിൽ സ്ഥാപിക്കുന്ന പുതിയ കോടതി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 കോടിയോളം കേസുകളാണ് ഇന്ത്യയിലാകെയുള്ള കോടതികളിൽ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു. വൈകി ലഭിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്ന് നാം പറയാറുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേസുകൾ തീർപ്പാക്കാൻ എടുക്കുന്ന കാലതാമസത്തെക്കുറിച്ച് പരാമർശിച്ചത്. കോടതി നടപടികളുടെ ഈ മേലെപ്പോക്ക് പലപ്പോഴും നീതി തേടിയെത്തുന്നവർക്ക് ശിക്ഷയായി തോന്നാം എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. പരമോന്നത നീതിപീഠത്തിന്റെ അധ്യക്ഷൻ തന്നെ ഇത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ നാം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്, പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, പരിഹാര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കോടതി നടപടികൾ വൈകുന്നത് ഏതെങ്കിലും പ്രത്യേക വകുപ്പിന്റെയോ വിഭാഗത്തിന്റെയോ പ്രവർത്തനങ്ങളിലെ പാളിച്ച കൊണ്ടല്ല. നാം ഇന്നും പിന്തുടരുന്ന കാലഹരണപ്പെട്ട പുരാതന മാതൃകകൾ. കോടതികൾ മതിയായ സൗകര്യം ലഭ്യമല്ലാത്തത്, വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ഏകോപനം ഇല്ലായ്മ, ഇത്തരത്തിൽ നിരവധി ഘടകങ്ങളുണ്ട്. ഇവ ഓരോന്നിനെയും തിരിച്ചറിഞ്ഞ് പ്രതിസന്ധികളെ മറികടന്ന് വേഗത്തിൽ കേസുകൾ തീർപ്പാക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. ആ നിലയ്ക്ക് വേണം കാര്യങ്ങൾ സമീപിക്കാനും കൈകാര്യം ചെയ്യാനും. ഇത്രയധികം കേസുകൾ കോടതികൾ കൈകാര്യം ചെയ്യുന്നതിന് മതിയായ കോടതികളും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുമില്ല. ഈ പരിമിതികൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ മാത്രമേ സമയബന്ധിതമായി നീതി ലഭിക്കാൻ കഴിയൂ. ഇതിന് ഉതകുന്ന ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കോടതിയുടെ കാര്യക്ഷമ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന ഭൗതിക സാഹചര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. 2016 ശേഷം സംസ്ഥാനത്ത് 105 കോടതി സ്ഥാപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ 577, സബോർഡിനേറ്റ് കോടതി 2334 തസ്തികകൾ സൃഷ്ടിച്ചു. ഉതകുന്ന ഒട്ടേറെ നടപടികൾ സംസ്ഥാനം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, കണ്ണൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ സഹദേവൻ, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ, അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ KP രാജേന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് KT നിസാർ അഹമ്മദ് സ്വാഗതവും കുടുംബ കോടതി ജഡ്ജി RL ബൈജു നന്ദിയും പറഞ്ഞു. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ നിർദ്ദേശമനുസരണം കേരളം സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, ജില്ലാ ആരോഗ്യ വകുപ്പ്, ദേശീയ ആരോഗ്യ ദൗത്യം, ജില്ലാ എയ്ഡ്സ് കൺട്രോൾ യൂണിറ്റ്, വിവിധ സുരക്ഷാ പദ്ധതികൾ, പോസിറ്റീവ് നെറ്റ്വർക്കുകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ HIV എയ്ഡ്സ് ബോധവൽക്കരണത്തിനായുള്ള IEC വാൻ ക്യാമ്പയിൻ റെഡ് റിബൺ വാൻ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തി. കൂത്തുപറമ്പിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K മജീദ്, ചാലോട് കേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P മിനി എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ചക്കരക്കല്ലിൽ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസീത, തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ MV ജയരാജൻ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടിയിൽ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായക്കാരനും, പിലാത്തറയിൽ ചെറുതായും ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും TV ഉണ്ണികൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. സമാപന കേന്ദ്രമായ പയ്യന്നൂരിൽ നഗരസഭ വൈസ് ചെയർമാൻ P കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. IEC വാൻ ബോധവൽക്കരണ കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ HIV നിർണയ പരിശോധന, ബോധവൽക്കരണ ലഘുലേഖ വിതരണം, വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണം, ഫ്ലാഷ് മോബ്, പാവക്കളി തുടങ്ങിയ പരിപാടികൾ നടന്നു. ജില്ലയിലെ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട അപ്പീൽ അധികാരങ്ങൾക്കും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്കുമായി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല കാലിക്കറ്റ് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ TK രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനായി. സബ് കളക്ടർ സന്ദീപ് കുമാർ, ADM നവീൻ ബാബു എന്നിവർ സംസാരിച്ചു. കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം സെൽ K ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ സാമ്പത്തിക സഹകരണത്തോടെ നടപ്പിലാക്കുന്ന 1 വർഷം കൊണ്ട് 50 സ്നേഹ വീടുകൾ എന്ന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 10 സ്നേഹഭവനങ്ങളുടെ താക്കോൽ സമർപ്പണം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി
ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. നാഷണൽ സർവീസ് സ്കീമിലൂടെ വിവിധ യൂണിറ്റുകളാണ് വീടുകൾ നിർമ്മിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ, കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ സാജു, KCF പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ AP സൂസമ്മ, NSS സംസ്ഥാന ഓഫീസർ ഡോക്ടർ RN അൻസാർ, രജിസ്ട്രാർ പ്രൊഫസർ ജോബി K ജോസ്, സിൻഡിക്കേറ്റ് അംഗങ്ങളായ A അശോകൻ, വൈഷ്ണവ് മഹേന്ദ്രൻ, സെനറ്റ് അംഗം PJ സാജു, സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ K ആര്യ, CJ മനോജ്, ഡോക്ടർ TP നഫീസ ബേബി എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും സംവിധാനവും ഒരുക്കുന്നതിന് സമൂഹത്തിന്റെയും സർക്കാരിന്റെയും കടമയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കേരള സംസ്ഥാന ഭിന്നശേഷിക്ഷേമ കോർപ്പറേഷൻ ഭിന്നശേഷിക്കാർക്കുള്ള സഹായോപകരണം വിതരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനമാക്കി മാറ്റുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തടസ്സരഹിതമായ ജീവിതം ഭിന്നശേഷിക്കാർക്ക് ഉറപ്പാക്കുക എന്നുള്ളത് ഈ ലക്ഷ്യത്തിന്റെ സുപ്രധാനമായ വിഷയമാണെന്നും മന്ത്രി പറഞ്ഞു. DPC ഹാളിൽ നടന്ന ചടങ്ങിൽ രജിസ്ട്രാർ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് MP ജേഡാളി, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ P ബിജു, ഗിരീഷ് കീർത്തി, ചാരുമൂട് പുരുഷോത്തമൻ, T ജയകുമാർ, K അനീഷ്, OV വിജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. വിദേശ വിദ്യാർത്ഥികൾ പഠനത്തിനായി കേരളത്തിലേക്ക് വരുന്നു. പുറത്തേക്ക് പോകുന്നത് 4% മാത്രം. മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല അഭിവൃദ്ധിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ വിദേശത്ത് നിന്ന് വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ധർമ്മട നിയോജക മണ്ഡലത്തിലെ പിണറായി വില്ലേജിൽ 12.93 ഏക്കർ സ്ഥലത്ത് 285 കോടി രൂപ ചെലവിൽ സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയമായ പിണറായി എഡ്യൂക്കേഷൻ ഹബിൻ്റെ സ്ഥിരാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ ഇന്ത്യയിലെ ആകെ കണക്കിൻ്റെ കേവലം 4%, മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വർഷം 2600 വിദേശ വിദ്യാർത്ഥികളും അപേക്ഷ കേരളത്തിലെ സ്ഥാപനങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. കുസാറ്റിൽ 1590 വിദേശ വിദ്യാർത്ഥികൾ നിലവിൽ പഠിക്കുന്നുണ്ട്. MG സർവകലാശാലയിൽ 855 വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. കേരളീയം പരിപാടിയുടെ ഭാഗമായി വിദേശത്ത് നിന്ന് പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണം നടന്ന ഈ സ്വച്ഛസുന്ദരമായ സൗകര്യമായി ജീവിക്കാൻ കഴിയുന്ന ഈ നാട്ടിലേക്ക് വരാനും നിരവധി വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിണറായി കൺവെൻഷൻ സെൻ്ററിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് മുഖ്യ അതിഥിയായി. മലയാളി മാധ്യമപ്രവർത്തകർക്ക് നേരെ JNU സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആക്രമണം. JNUവിൽ വിദ്യാർത്ഥി പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാൻ പോയ മലയാള മാധ്യമപ്രവർത്തകരെ സെക്യൂരിറ്റി ജീവനക്കാർ കയ്യേറ്റം ചെയ്തു. ദേശാഭിമാനി ചീഫ് ഫോട്ടോഗ്രാഫർ സുജിത്ത്, 24 റിപ്പോർട്ടർ R അച്യുതൻ, 24 ക്യാമറാമാൻ മോഹൻകുമാർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. മലയാള മനോരമ ലേഖ ശരണ്യ ഭുവനചന്ദ്രന് നേരെ സെക്യൂരിറ്റി ജീവനക്കാർ അസഭ്യവർഷം നടത്തി. പരിക്കേറ്റ R അച്യുതൻ ആശുപത്രിയിൽ ചികിത്സ തേടി. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ സർവകലാശാലയിലെ പ്രധാന ഗേറ്റിലാണ് സംഭവം. അതിക്രമ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ക്യാമറകൾ തകർക്കാനും ശ്രമമുണ്ടായി. സുരക്ഷാ വിഭാഗം പിടിച്ചുവെച്ച ക്യാമറകൾ വിദ്യാർത്ഥികളും പോലീസും ഇടപെട്ടതോടെയാണ് വിട്ടു നൽകിയത്. മുഴപ്പിലങ്ങാട് ബീച്ച് നവീകരിച്ച് പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ധർമ്മട മുഴപ്പിലങ്ങാട് സമഗ്ര ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി നവീകരണ പ്രവർത്തനം നടത്തുന്ന മുഴപ്പിലങ്ങാട് ബീച്ചും KTDC നിർമ്മിക്കുന്ന 3 സ്റ്റാർ ഹോട്ടൽ പരിസരവും സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തികൾ അവലോകനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. പ്രവർത്തികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ലോകത്തിൽ തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവൃത്തിയെന്നും ദുബായിലും സിംഗപ്പൂരിലും കാണപ്പെടുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. നവീകരണത്തിൻ്റെ ആദ്യഘട്ട പൂർത്തീകരണമാണ് നടക്കുന്നത്. KTDC 3 സ്റ്റാർ ഹോട്ടൽ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രദേശത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന്, കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചായ മുഴപ്പിലങ്ങാട് പ്രകൃതി സൗന്ദര്യം നിലനിർത്തി 4 കിലോമീറ്റർ വാക്വേയും നിർമ്മിക്കുന്നുണ്ട്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 233 കോടി രൂപ 71 ലക്ഷം രൂപ ചെലവിലാണ് നവീകരണ പ്രവൃത്തി നടക്കുന്നത്. 4 ഘട്ടങ്ങളിലായാണ് പ്രവൃത്തി നടക്കുന്നത്. നടപ്പാതയ്ക്ക് പുറമെ കുട്ടികൾക്കുള്ള കളിസ്ഥലം, ടോയ്ലറ്റുകൾ, കിയോസ്കുകൾ, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവയും ഒരുക്കുന്നുണ്ട്. മുഴപ്പിലങ്ങാട് സജിത, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ TC മനോജ്, DTPC സെക്രട്ടറി KJ ജിജീഷ്, ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ KC
ശ്രീനിവാസൻ, പദ്ധതി നിർവഹണ ഏജൻസിയായ SPV KSIDC ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഗംഗാധരൻ, ഊരാളുങ്കോൽ ലോവർ കോൺട്രാക്ടേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും മന്ത്രിയുടെ കൂടെയുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. രോഗം സംശയിക്കുന്ന 2 പേരെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. മട്ടന്നൂർ മാലൂർ സ്വദേശികളായ 48ഉം 18ഉം വയസ്സുള്ള പുരുഷന്മാരാണിവർ. പനിയും തലവേദനയുമായി മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് വെള്ളിയാഴ്ച ഇവരും ചികിത്സ തേടിയത്. നിപ രോഗം സംശയിക്കുന്നതായി ഇവിടുത്തെ ഡോക്ടർമാർ അറിയിച്ചതിനാൽ ജില്ലാ ആരോഗ്യ വിഭാഗം ഇവരെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നിപ ലക്ഷണങ്ങളില്ലെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രാഥമിക നിഗമനം. ഇവരുടെയും സാമ്പിൾ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനയ്ക്ക് അയക്കും. 1 ദിവസത്തിന് ശേഷമേ പരിശോധനാ ഫലം ലഭിക്കുകയുള്ളൂ. മംഗലാപുരത്തെ പാചകവാത പ്ലാന്റിൽ നിന്നും പാചകവാതകം കയറ്റിവരുന്ന കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ലോറി ഡ്രൈവർമാരുടെ സമരം ഒത്തുതീർപ്പായി. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ADM K നവീൻ ബാബുവിൻ്റെ ചേംബറിൽ ബന്ധപ്പെട്ട കക്ഷികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം ഒത്തുതീർന്നത്. ലോറി ട്രാൻസ്പോർട്ട് പ്രതിനിധികൾ, CITU, BMS ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, ജില്ലാ ലേബർ ഓഫീസർ C വിനോദ് കുമാർ, ജില്ലാ സപ്ലൈ ഓഫീസർ ജോർജ് K സാമുവൽ എന്നിവർ അനുരഞ്ജന യോഗത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ ജനോപകരണപരമായ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച ജനകീയ സദസ്സ് TI മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതിയ ബസ് റൂട്ടുകൾക്കായുള്ള 100ഓളം പ്രപ്പോസലുകൾ ലഭിച്ചു. മുഴുവൻ പ്രപ്പോസലുകൾ വിശദമായി പരിശോധിച്ച് സാധ്യതാ റിപ്പോർട്ട് തയ്യാറാക്കി ഒരു റിവ്യൂ മീറ്റിംഗ് സംഘടിപ്പിക്കുമെന്ന് MLA പറഞ്ഞു. KSRTC ടൗൺ ടു ടൗൺ സർവീസ് ഓണക്കുന്നിൽ ഉടൻ സ്റ്റോപ്പ് അനുവദിച്ചതായി MLA അറിയിച്ചു. കണ്ടോത്ത് C കുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV വത്സല, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പയ്യന്നൂർ RTO T വേണുഗോപാൽ, KSRTC പ്രതിനിധികൾ, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ആംഡ് പോലീസ് 2-4 ബറ്റാലിയൻ 314 പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡ്. 2018 പ്രളയകാലം മുതൽ ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സേനയായി പ്രവർത്തിക്കുവാൻ കേരള പോലീസിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാങ്ങാട്ടുപറമ്പ് കേരള ആംഡ് പോലീസ് 4ാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന കേരള ആംഡ് പോലീസ് 2-4 ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യം തന്നെ വലിയ ഞെട്ടലോടെ കണ്ട വയനാട് ദുരന്തത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനായി എത്തിയ ഏതൊരു ഏജൻസിയെയും കിടപിടത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള പോലീസിന് കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചില കാര്യങ്ങളിൽ മുന്നിലായിരുന്നില്ലേ എന്ന് ആരും സംശയം തോന്നിക്കുമുള്ള ഇടപെടലാണ് പോലീസ് നടത്തിയത്. ദുരന്തമുഖത്ത് സ്വന്തം ജീവൻ തണവിലക്കണിച്ച് കൊണ്ട് അപ്പുറത്തുള്ളവരെ രക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റവും മികച്ച രീതിയിൽ എല്ലാവർക്കും ഏറ്റെടുക്കാൻ കഴിഞ്ഞു. ഇവിടെ ഒരു തരത്തിലുള്ള റാങ്ക് വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. ഇതായിരുന്നു അവിടെ പങ്കെടുത്ത എല്ലാ സേനകളുടെയും പ്രത്യേകത. അതിൽ അഭിമാനിത്തക്ക രീതിയിലാണ് പ്രവർത്തനം പോലീസിന് കാഴ്ചവെക്കാൻ സാധിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി ആമേന്ദ്രൻ കടന്നപ്പള്ളി, M വിജിൻ MLA, ആന്തൂർ നഗരസഭ ചെയർമാൻ P മുകുന്ദൻ, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ADGP ആംഡ് പോലീസ് ബറ്റാലിയൻ MR അജിത് കുമാർ, ആംഡ് പോലീസ് DIGയുടെ അധിക ചുമതലയുള്ള G ജയദേവ്, KP2 ബറ്റാലിയൻ കമാൻഡർ രാജേഷ്, KP4 ബറ്റാലിയൻ കമാൻഡർ അരുൺ K പവിത്രൻ എന്നിവരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.